ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുമെന്ന് ആറ്റിങ്ങലിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി വി. മുരളീധരൻ. ഭരണപക്ഷത്തിരിക്കുന്ന എം.പിയെ തെരഞ്ഞെടുക്കണമോ പ്രതിപക്ഷത്തിരിക്കുന്ന ആളെ വേണോ എന്നത് ആറ്റിങ്ങലിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഏത് സർക്കാർ വന്നാലാണ് പ്രയോജനം ലഭിക്കുക എന്നത് നോക്കിയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നും വി. മുരളീധരൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുമായ വി. മുരളീധരൻ ചേരുകയാണ് 24-നൊപ്പം. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ അങ്ങ് മത്സരിക്കാൻ ഒരുങ്ങുന്നു. എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ? എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് രണ്ട് കാരണങ്ങളാൽ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഒന്നാമത്തെ കാര്യം, കേരളത്തിലെ ഈ രണ്ട് ഭരണ പ്രതിപക്ഷ മുന്നണികൾ, ആ മുന്നണികൾ ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കില്ല എന്ന് സ്വയം തെളിയിച്ചു കഴിഞ്ഞു. കാരണം ഭരണപക്ഷമാണെങ്കിൽ അക്രമവും അഴിമതിയും അതിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അതാണ് അവരുടെ മുഖമുദ്ര. പ്രതിപക്ഷത്തിൻ്റെ സ്ഥിതി, കോൺഗ്രസ് രാജ്യം മുഴുവൻ അസ്തമിച്ചു കഴിഞ്ഞു. കേരളത്തിലെ സ്ഥിതി മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാർത്താസമ്മേളനങ്ങളിലടക്കം പാർട്ടിയുടെ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പരസ്പരം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളതും കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് വീണ്ടും വരാൻ പോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം പ്രതിപക്ഷം അടക്കം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ, ആറ്റിങ്ങലിലെ ജനങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം.പിയെ തിരഞ്ഞെടുക്കണോ പ്രതിപക്ഷത്തേക്ക് ഒരാളെ പറഞ്ഞയക്കണോ എന്നുള്ളത് ആണ് ജനങ്ങൾക്ക് വിലയിരുത്താനുള്ളത്. ആ വിലയിരുത്തൽ സ്വാഭാവികമായും രാജ്യം മുഴുവൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വികസനവും ജനക്ഷേമ പദ്ധതികളും കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ ഭരണപക്ഷത്തിലുള്ള ഒരു എം.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിലയിരുത്തൽ, ആ വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അങ്ങയുടെ എതിർ സ്ഥാനാർത്ഥികളുടെ ചിത്രവും ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. ഇടത് സ്ഥാനാർത്ഥി വ്യക്തമാണ്. മണ്ഡലത്തെക്കുറിച്ച്, ജില്ലയെക്കുറിച്ച് കൃത്യമായി അറിയാം. ഒപ്പം തന്നെ സിറ്റിംഗ് എം.പി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ എന്നാണ്. എങ്ങനെയാണ് അവരെ കാണുന്നത്? അല്ല, അവരൊക്കെ ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളോട് തന്നെ മത്സരിക്കുകയാണെന്ന് ഉറപ്പുണ്ട്. സ്ഥാനാർത്ഥികളെ മാത്രം നോക്കിയിട്ടല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വരാനിരിക്കുന്ന കാലങ്ങളിൽ അവർക്ക് ഏത് സർക്കാർ വന്നാലാണ് പ്രയോജനമുണ്ടാവുക, ഏത് സർക്കാരിനെ പിന്തുണച്ചാലാണ് പ്രയോജനമുണ്ടാവുക. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യും എന്നെനിക്ക് തോന്നുന്നില്ല. ബൽറാം തൊടുങ്ങാടിയുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വി. മുരളീധരൻ? ഉന്മേഷ, പ്രധാനമായും കേരളത്തിൽ അനുകൂലമായ സാഹചര്യമാണ് എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ വ്യക്തമാക്കുന്നത്. രണ്ട് കാരണങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ അവർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നിട്ടില്ല. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർ ഭരണം നേടും എന്ന ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആറ്റിങ്ങലിലെ ജനങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു എം.പി വേണോ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന ഒരു എം.പി വേണോ എന്ന് ആലോചിച്ച് മാത്രമായിരിക്കും വോട്ട് ചെയ്യുക എന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളെല്ലാം തന്നെ കണക്കാക്കിക്കൊണ്ട് തനിക്ക് അനുകൂലമായ ഒരു സാഹചര്യം മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. രണ്ട് എതിർ സ്ഥാനാർത്ഥികളും ശക്തർ തന്നെയാണ് എന്ന വിലയിരുത്തലാണ് അദ്ദേഹത്തിനുള്ളത്. എന്നാൽ സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിയല്ല ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നും, മറിച്ച് മണ്ഡലത്തിലേക്ക് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന ഭരണപക്ഷത്തുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു എം.പി വേണമെന്ന ആഗ്രഹം ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. ഒപ്പം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്ക് മണ്ഡലത്തിൽ മുന്നേറ്റമുണ്ടായി. വോട്ട് ഏറെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. അത് തുടർച്ചയായ ഒരു കാര്യമാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആറ്റിങ്ങലിൽ ഇത്തവണയും മെച്ചപ്പെട്ട പ്രകടനം, കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടികൾ മുൻനിർത്തിയുള്ള, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രതിനിധി എന്ന നിലയിൽ തന്നെയായിരിക്കും, അക്കാര്യം പ്രചരണമാക്കി തന്നെയായിരിക്കും താൻ തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുമാണ് കേന്ദ്രമന്ത്രി വി. മുരളീധരൻ വ്യക്തമാക്കിയത്. ഉന്മേഷ്, ബൽറാം തൊടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.